മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ പ്രയാണം ആരംഭിച്ചു. അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി ലാഹയിൽ എത്തും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര അത് രണ്ടാം ദിവസത്തെ പ്രയാണം പുരോഗമിക്കുകയാണ്. അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും പുലർച്ചെ ആരംഭിച്ച ഘോഷയാത്ര ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ദിക്കിലെ മാടവൻ ഭാഗത്തേക്കാണ് ഘോഷയാത്ര എത്തിയിരിക്കുന്നത്. ശരണപാതകളിലെല്ലാം ശരണമന്ത്രമുഖരിതവുമായി ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യമാണുള്ളത്. വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഘോഷയാത്ര പ്രയാണം തുടരുന്നു. ഇന്ന് വൈകിട്ട് ലാഹ വനംവകുപ്പ് സത്രത്തിലാണ് ഘോഷയാത്ര എത്തുക. അവിടെയാണ് ഇന്ന് രാത്രി ഘോഷയാത്ര തങ്ങുന്നത്. നാളെ പുലർച്ചെ ഇവിടെ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര പരമ്പരാഗത കാനനപാതയിൽ കൂടി നിലയ്ക്കൽ എത്തും. നിലയ്ക്കലെ തിരുവാഭരണം ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിനുള്ള സൗകര്യവും മറ്റുമുണ്ട്. അവിടെ നിന്ന് വീണ്ടും കാനനപാതയിൽ കൂടി വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും മറ്റും ചേർന്ന് ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകിയതിനു ശേഷം 18 പടി കയറി കൊടിമര ചുവട്ടിലെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ച് തിരുവാഭരണ പേടകങ്ങൾ ഏറ്റുവാങ്ങി അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണം ചാർത്തി മകരസംക്രമ നാളിൽ നടക്കുന്ന ആ ദീപാരാധനയ്ക്ക് ആ സമയത്ത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആ പുണ്യ മുഹൂർത്തങ്ങൾക്കായിട്ടുള്ള നിമിഷങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ ഉള്ളത്. വിവിധ ഭാഗങ്ങളിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഭക്തജനങ്ങളും ക്ഷേത്രങ്ങളും വിവിധ ഭവനങ്ങളും ഹൈന്ദവ സംഘടനകളും എല്ലാം ഏർപ്പാടാക്കുന്ന സ്വീകരണങ്ങൾ, വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ, ആ സ്വീകരണങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാ തവണത്തെ പോലെ തന്നെ ഈ തവണയും ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യം ഈ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ടുണ്ട്. ഒരു സ്വീകരണ കേന്ദ്രത്തിൽ നിന്നും അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഈ ഘോഷയാത്രയെ അനുഗമിച്ച് ഒപ്പം കൂടുന്നു. ഒപ്പം ശബരിമല തീർത്ഥാടകർ സന്നിധാനം വരെ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ശബരിമല തീർത്ഥാടകർ ഘോഷയാത്രയ്ക്ക് ഒപ്പമുണ്ട്. വർഷങ്ങളായി ഘോഷയാത്രയ്ക്ക് ഒപ്പം ചേരുന്ന, വർഷങ്ങളായി ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്ന സ്വാമിമാരുണ്ട്. അങ്ങനെ ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യത്തിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കർപ്പൂരാഴിയും മറ്റും ചടങ്ങുകളുമൊക്കെ കൂടി സ്വീകരണങ്ങൾ ആണ് ഈ ഘോഷയാത്രയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ തീർത്ഥാടകർ ഒപ്പം ഭക്തരുമെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ആ വലിയ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് പരമാവധി നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഘോഷയാത്ര. എന്തായാലും തിരക്ക് എല്ലാ ഭാഗങ്ങളിലും. മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ പ്രയാണം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഘോഷയാത്രയുടെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് ലാഹയിലാണ് ഘോഷയാത്ര സമാപിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.